നടി ശില്പ ഷെട്ടിക്കും ഭർത്താവിനുമെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണം. വ്യവസായിയിൽ നിന്നും പണം തട്ടിച്ചു എന്നുള്ള ആരോപണമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ മുംബൈ പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്താണ് സംഭവം? ഈ ബോളിവുഡ് നടി ശില്പ ഷെട്ടിയും അതേപോലെ അവരുടെ ഭർത്താവ് രാജ് കുന്ദ്രയും ഇവര് വിവാദങ്ങളിൽ പെടുന്നത് ആദ്യത്തെ സംഗതിയൊന്നുമല്ല. ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു IPL ടീം ഉണ്ടാക്കിയിരുന്നു, രാജസ്ഥാൻ റോയൽസ്. നമ്മുടെ മലയാളി സഞ്ജു സാംസൺ കളിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. അവരവിടെ ഈ ഒത്തുകളി നടത്തി എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു, സാമ്പത്തിക തിരിമറി നടത്തി, കള്ളപ്പണം വെളുപ്പിച്ചു, ഇത്തരം ആരോപണങ്ങളൊക്കെ നേരിട്ടു. അങ്ങനെ അതിൻ്റെ പേരിൽ ഇവർക്ക് രാജസ്ഥാൻ റോയൽസിന് 2 വർഷം വിലക്ക് വരെ നേരിട്ടിട്ടുണ്ട്. പിന്നീട് ഈ രാജ് കുന്ദ്ര വിവാദ നായകനാകുന്നത് ഈ വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഈ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്ന OTT പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇദ്ദേഹം നടത്തി, അങ്ങനെ കോടികൾ സമ്പാദിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസുണ്ട്. അതിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇയാൾക്കെതിരെ കൃത്യമായ തെളിവുകളുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയാണ് അത്തരം വീഡിയോകൾ ചിത്രീകരിച്ച്, അതായത് ബ്ലൂ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം, അത് ചിത്രീകരിച്ച് പണമുണ്ടാക്കി. ആ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. പിന്നീട് രാജ് കുന്ദ്ര വാർത്താ താരമാകുന്നത് 2021 ഇയാൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ED റെയ്ഡ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഓഫീസൊക്കെ ED റെയ്ഡ് ചെയ്തു. അങ്ങനെ അപ്പോഴും ഇയാൾക്കെതിരെ തെളിവുകളൊക്കെ കിട്ടി. ആ കുറ്റകൃത്യത്തിൽ ഇയാൾ പിന്നീട് ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ് ഉണ്ടായത്. ഇപ്പൊ വന്നേക്കുന്ന ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഒരു ആരോപണമാണ്. ബിസിനസ്സുകാരനെ പറ്റിച്ചു. അതായത് ഇയാളുടെ പേര് ദീപക് കൊത്താരി എന്നുള്ളതാണ് ഇയാളുടെ പേര്. ഇയാൾ ലോട്ടസ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. ചുരുക്കി പറഞ്ഞ ഒരു ബ്ലേഡ് കമ്പനി, അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇയാളെ ഈ ശില്പ ഷെട്ടിയും അവരുടെ ഭർത്താവ് രാജ് കുന്ദ്രയും സമീപിച്ചിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് 70 കോടി രൂപ, അല്ല 75 കോടി രൂപ വായ്പ ആവശ്യപ്പെട്ടു, ലോണായിട്ട് ആവശ്യപ്പെട്ടു. 12% പലിശ നിരക്കിൽ 75 കോടി രൂപ ലോൺ. പിന്നീട് ശില്പ ഷെട്ടിയും രാജ് കുന്ദ്രയെ സമീപിച്ചിട്ട് ഇത് ലോണല്ല, ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നടത്തണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്, നിക്ഷേപമാക്കി നൽകണം. അപ്പോൾ ഇവരുടെ കമ്പനിയുടെ പേര് ബെസ്റ്റ് ഡീൽ TV പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ്. ഒരു TV ചാനലാണ്. നമ്മുടെ മലയാളത്തിൽ നമ്മുടെ ഈ പിന്നെ TV ചാനലിൽ ഓരോ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്ന ചാനലുകളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു TV ചാനലാണ് ഈ ബെസ്റ്റ് ഡീൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഈ ചാനലിൽ ഇതേപോലെ ഇവർ നൽകിയ വാഗ്ദാനം അനുസരിച്ച് 2015 ഏപ്രിലിൽ ഇയാള് 31.95 കോടി രൂപയും 2015 സെപ്റ്റംബറിൽ 28.53 കോടി രൂപയും കൊടുത്തു. ഇയാളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം കൂടി അടക്കം ഏതാണ്ട് 60 കോടി രൂപയോളം ഈ ശില്പ ഷെട്ടിയും രാജ് കുന്ദ്രയും കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാളുടെ ആരോപണം. ഇയാളിപ്പോൾ പറയുന്നത് ഇവർ ഈ പണം എടുത്ത് ഈ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുന്നതിന് പകരം ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം ചെലവഴിച്ച് ദൂർത്തടിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ ആവശ്യപ്പെടുമ്പോൾ കൊടുത്തതിന് തെളിവുമില്ല, രേഖയില്ല, പണവുമില്ല. അപ്പൊ ഇയാള് മുംബൈ പോലീസിൽ, അവിടുത്തെ ഈ സാമ്പത്തിക കുറ്റകൃത്യം നടക്കുന്ന പോലീസിനെ സമീപിച്ചു. അവര് ഈ പരാതി സ്വീകരിച്ച് ഈ 2 പേർക്കുമെതിരെ, ശില്പ ഷെട്ടിക്കും രാജ് കുന്ദ്രയ്ക്കുമെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് അവർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, പ്രാഥമികമായ അന്വേഷണം. സ്വാഭാവികമായും ഇതിൽ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കുമല്ലോ FIR എടുത്തേക്കുന്നത്. അപ്പൊ ഇപ്പോ ഈ ശില്പ ഷെട്ടിയും രാജ് കുന്ദ്രയും അവരുടെ നിലപാട് വ്യക്തമാക്കിയാണ്, ഇത് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്, ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ വാദം. പിന്നെ പറയുന്നത് ഈ പരാതി കെട്ടിച്ചമച്ചതാണ്, ഞങ്ങളുടെ അഭിമാനത്തെ താറടിക്കാൻ, ഞങ്ങളുടെ വ്യക്തിത്വത്തെ താറടിക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയ ശ്രമങ്ങളാണെന്നുള്ളതാണ് ഇവരുടെ വാദം. ഇവരുടെ അഭിഭാഷകനും ഇപ്പോൾ രംഗത്തെത്തിയേക്കാണ്. ഇവർ പറയുന്നത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, അതായത് ഈ കമ്പനി രൂപീകരണം, അതിന്റെ നിയന്ത്രണം, അതൊക്കെ നോക്കുന്ന നിയമപ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന കോടതി സമാനമായ ഒരു സാധനമാണ് ട്രിബ്യൂണൽ. അവിടെ 2014 ഈ പരാതി വന്നതാണ് എന്നുള്ളതാണ് ഈ അഭിഭാഷകന്റെ വാദം. ഈ ശില്പ ഷെട്ടിയുടെ രാജ് കുന്ദ്രയുടെ അഭിഭാഷകന്റെ വാദം. 2014 ഈ കേസ് അവിടെ സെറ്റിൽ ചെയ്തതാണെന്ന് പറയുന്നു. അത് പറയുന്നതിന്റെ കാരണം ഈ ഇത്തരത്തിൽ പണം വാങ്ങിയത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന രൂപത്തിലാണെന്ന് പറയുന്നു. ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളൊരു സ്വകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ആ കമ്പനിയിൽ ഉണ്ടാകുന്ന ലാഭത്തിൽ നമുക്ക് അധിക പരിഗണന കിട്ടും എന്നുള്ളത് പോലെ തന്നെ അതിൽ നഷ്ടം ഉണ്ടായാൽ അത് സഹിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അതായത് അയാളുടെ തന്നെ കമ്പനിയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. ഇപ്പൊ രാജ് കുന്ദ്രെ, ശില്പ ഷെട്ടിയാണ് അതിന്റെ നടത്തിപ്പുകാരെങ്കിലും ഈ പറയുന്ന ദീപക് കൊത്താരിക്കും അതിന്റെ ഉടമസ്ഥാവകാശം നിലവിലുണ്ട്. അപ്പോൾ ആ കമ്പനി പൊളിഞ്ഞാൽ അയാളുടെ നഷ്ടമായിട്ട് തന്നെ കണക്കാക്കണം എന്നുള്ള വാദഗതിയാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഈ അഭിഭാഷകൻ പറയുന്നു, ഈ പറയുന്ന ട്രിബ്യൂണലിലെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പലതവണ കൊടുത്തിട്ടുണ്ട്. ഈ പണമിടപാടുകൾ സംബന്ധിച്ചു എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി, ഈ ബെസ്റ്റ് ഡീൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും അത് കടക്കണിയിലാവുകയും തുടർന്ന് അത് ഡിസോൾവ് ചെയ്യുകയും ചെയ്താണ്, പിരിച്ചുവിട്ടു. അപ്പോൾ നിലവിൽ ആ കമ്പനി ഇല്ല. അപ്പോൾ ഈ പറയുന്ന നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആയിരിക്കെ, അതായത് അയാൾക്ക് കൃത്യമായ ഉടമസ്ഥാവകാശമുള്ള ഒരു സ്ഥാപനമായെന്നിരിക്കെ അത് അയാളുടെ നഷ്ടമാണ്, അതൊരിക്കലും ഇനി അവകാശപ്പെടാൻ സാധിക്കില്ല. ഇതിൻ്റെ രേഖകളൊക്കെ നേരത്തെ തന്നെ ഇവിടെ സമർപ്പിച്ച് അത് സെറ്റിൽ ചെയ്ത ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇനി ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഈ വാദഗതിയായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ രാജ് കുന്ദ്ര, ശില്പ ഷെട്ടി, ഇവർ ഇപ്പം ശില്പ ഷെട്ടി നിരവധിയായ ബോളിവുഡ് സിനിമകളിലൊക്കെ അഭിനയിച്ച് നമുക്ക് പരിചിതമായ ഒരാളാണ്. ഈ രാജ് കുന്ദ്ര ഈ IPL ടീം രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുന്നതോടുകൂടിയാണ് രാജ് കുന്ദ്ര താരമാകുന്നത്. പക്ഷെ പിന്നീട് വന്ന വാർത്തകളിൽ ഇവർ സാമ്പത്തികമായി ഇത്തിരി പരിങ്ങലിലാണ് എന്നുള്ള വാർത്തകൾ വന്നു. ഇവരവരുടെ വസതി വിറ്റു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വന്നു പിടിച്ചു നിൽക്കാൻ വേണ്ടി. അപ്പോൾ തൽക്കാലം അവർ ഒന്ന് പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് ഈ അവരുടെ TV ചാനലും പൊളിഞ്ഞു, അങ്ങനെ സാമ്പത്തികമായി ഞെരുങ്ങി. അങ്ങനെ രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ബ്ലൂ ഫിലിം ചിത്രീകരണം അതിലോട്ടൊക്കെ കടന്നത് എന്നുള്ളതാണ്. പക്ഷേ ശില്പ ഷെട്ടി ആ ആരോപണം നിഷേധിച്ചിരുന്നു. തൻ്റെ ഭർത്താവിന് അത്തരത്തിൽ ഒരു രഹസ്യ ബിസിനസ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ അവർ നിഷേധിച്ചിരുന്നു. അവർ പൂർണ്ണ പിന്തുണ രാജ് കുന്ദ്രയ്ക്ക് നൽകി എന്നുള്ളതാണ്. പക്ഷേ രസകരമായ സംഗതി എന്തെന്നാൽ, ഈ രാജ് കുന്ദ്രയുടെ സ്ഥാപനവുമായിട്ട് ബന്ധമുള്ള കൃത്യമായ തെളിവുകളുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് അത്തരം വീഡിയോകൾ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചത്. അതിൻ്റെ ഒരു നഗ്ന യാഥാർത്ഥ്യം എന്തെന്നാൽ, വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ, അതായത് കൃത്യം പറഞ്ഞാൽ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലൈംഗിക തൊഴിലാളികളെ, അങ്ങനെ തന്നെ കൃത്യമായി പറയണം, അവരെ തുച്ഛമായ വേതനം കൊടുത്ത് ഇത്തരം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുത്തി അത് ചിത്രീകരിച്ച് മുന്തിയ വിലയ്ക്ക് വിറ്റ് കാശുണ്ടാക്കുന്ന പരിപാടിയായിരുന്നു ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത്തരത്തിൽ വളരെ അധാർമികമായ പ്രവർത്തനം നടത്തിയ ഒരു പശ്ചാത്തലമുള്ള രാജ് കുന്ദ്ര ഇത്തരത്തിൽ ഇയാളെ ഈ നിക്ഷേപകനെ പറ്റിച്ച് കാശ് വാങ്ങിയിട്ടില്ല, അത് ഇത്തരത്തിലുള്ള തരികിട ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതിൽ നമ്മൾ രാജ് കുന്ദ്രയെ അത്രയ്ക്കങ്ങ് വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല. അയാളുടെ ട്രാക്ക് റെക്കോർഡ് ഇത്തിരി മോശം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുംബൈ പോലീസ് അതിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യം സംബന്ധിച്ചുള്ള അന്വേഷിക്കുന്ന വിഭാഗം FIR എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ രാജ് കുന്ദ്ര അയാൾ നേരത്തെ പറഞ്ഞ വാദഗതികൾ ശരിവെക്കുകയാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. കാര്യം കമ്പനി ലോ പറയുന്നത് അങ്ങനെയാണ്. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് സാധാരണ ഒരു ഷെയർ ഹോൾഡറിനേക്കാൾ കിട്ടുന്ന പരിഗണന, ഇപ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, ഡയറക്ടർ ബോർഡ് അംഗത്വം കിട്ടുന്നതിൽ, അതിലൊക്കെ കൃത്യമായ പരിഗണന കിട്ടും എന്നുള്ളത് പോലെ തന്നെ ആ കമ്പനിക്കുണ്ടാകുന്ന നഷ്ടം അതിനും നമ്മൾ ഭാഗവാക്കാണ്. അപ്പോൾ കമ്പനി കടബാധ്യതയിൽപ്പെട്ട് പൂട്ടിപ്പോയാൽ പിന്നീട് ആ കമ്പനി മൊത്തത്തിലങ്ങ് തൂക്കി വെക്കുമ്പോൾ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീതിച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ സ്ഥാപനത്തിൻ്റെ ആസ്തി ബാധ്യതകൾ മൊത്തത്തിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. കമ്പനി ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് ബാധ്യതകളുണ്ട് അതെല്ലാം നമ്മൾക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടെങ്കിൽ അത് വിൽക്കണം, സ്ഥലമുണ്ടെങ്കിൽ അത് വിൽക്കണം. അത് കിട്ടുന്നത് എന്തും അതിൻ്റെ ബാധ്യതകൾ മറ്റ് ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ബാധ്യതകൾ കൊടുത്ത് തീർക്കണം, അവരുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണം. ബാക്കി മിച്ചം എന്തുണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെടാൻ പറ്റൂ. അപ്പോൾ അത് ഈ പറയുന്ന വാദഗതി വാസ്തവമാണെങ്കിൽ ഈ പരാതിക്കാരന് ആ കിട്ടിയതും മേടിച്ചു പോകാനേ നിവൃത്തിയുള്ളൂ. പക്ഷേ 1-2 75 കോടിയുടെ പരാതിയാണ്. 60 കോടി അയാൾ കൊടുത്തെന്നും പറയുന്നു. ഏതായാലും അതിൻ്റെ നിയമ നടപടികൾ പുരോഗമിക്കട്ടെ. വാസ്തവം കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരുമായിരിക്കും.